കിഫ്ബിയുടെ കാര്യത്തിൽ നാം പ്രതീക്ഷിച്ചിരുന്നതാണ്. ധവളപത്രത്തിൽ അത്ര അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്ന് നാം ആരും കരുതിയതല്ല. അതിനുള്ള കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ UDF പൊതുവെ എടുക്കുന്ന ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് അത് തീർച്ചയായും ധവളപത്രത്തിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള ഒരു കാര്യം, നമ്മൾ കിഫ്ബിയെ കുറിച്ചുള്ള വിലയിരുത്തൽ പരിശോധിക്കുമ്പോൾ കിഫ്ബിക്ക് നിലവിലുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ധവളപത്രം സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കിഫ്ബി എങ്ങനെയാണ് കിഫ്ബിയെ കുറിച്ച് വിലയിരുത്തൽ നടത്തുമ്പോൾ എന്തായിരുന്നു ഇതിന്റെ ഒരു കാഴ്ചപ്പാട്, കിഫ്ബി എന്ന പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കിഫ്ബി നമുക്ക് തുടരണമോ അല്ലെങ്കിൽ അവസാനിപ്പിക്കണമോ, അല്ലെങ്കിൽ കിഫ്ബിയോട് അനുകൂല നിലപാട് സ്വീകരിക്കണമോ പ്രതികൂല നിലപാട് സ്വീകരിക്കണമോ എന്നെല്ലാം തീരുമാനിക്കാം. നമുക്കറിയാമല്ലോ, FRBS ധന ഉത്തരവാദിത്വ നിയമം വന്നതിന് ശേഷം സർക്കാരിന്റെ കടബാധ്യതയ്ക്ക് ഒരു പരിധിയുള്ളൂ. ഇത്ര 3% മാത്രമേ കടമെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു നിബന്ധന വന്നപ്പോഴാണ് കേരളത്തിന് വലിയ നിക്ഷേപം, വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണല്ലോ ഈ പരിധി ഒരു തടസ്സമാവുമെന്ന് കണ്ടാണല്ലോ കിഫ്ബി മുന്നോട്ട് വെച്ചത്. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിന് പുറത്തുള്ള സംവിധാനമായിട്ട് തന്നെയാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ധവളപത്രത്തിൽ പറയുന്നത് കിഫ്ബി അങ്ങനെ ഈ രീതിയിൽ കിഫ്ബിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. കാരണം കിഫ്ബി എത്ര രൂപ കടമെടുത്താലും അത് സംസ്ഥാനത്തിന്റെ കടമായിട്ട് മാറുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കിഫ്ബി എന്തുദ്ദേശത്തിലാണോ സ്ഥാപിച്ചത് ആ രീതിയിൽ കിഫ്ബി എടുക്കുന്ന കടബാധ്യതയുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി വരികയാണ്. കിഫ്ബി 100 കോടി രൂപ കടമെടുത്താൽ അത് സംസ്ഥാനത്തിന്റെ കടമായിട്ട് മാറുമെന്ന രീതിയിലാണല്ലോ ഇപ്പോഴിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ആ സാഹചര്യത്തിൽ കിഫ്ബിക്ക് ഇങ്ങനെ തുടരാൻ കഴിയില്ല എന്ന നിലപാടാണ് ഈ ധവളപത്രം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഒരു സമീപനം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ, ഈ എവിടെയൊക്കെയാണോ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ പരിധിയും തടസ്സങ്ങളും, ഈ ധന ഉത്തരവാദിത്വ നിയമം 3% പരിധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ പ്രവർത്തനത്തിന് ഏർപ്പെടുത്തുന്ന ഒരു തടസ്സമാണ്. അത്തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ തടസ്സത്തെ മറികടന്ന് തന്നെയാണ് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പക്ഷെ കേന്ദ്ര സർക്കാർ മറിച്ച് നിലപാടെടുത്തു, അങ്ങനെ പോകാൻ കഴിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ആ സമീപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കിഫ്ബി കേരളത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറിയത്. അപ്പൊ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനോട് നമ്മൾ യോജിച്ചു നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയൂ. പക്ഷെ ഇതൊരു സാമ്പത്തിക ശാസ്ത്രപരമായ പ്രശ്നമാണ്. ഇതേ പ്രശ്നം യൂറോപ്യൻ യൂണിയനിലുമുണ്ട്. യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ച സമയത്ത് ഈ ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി പാക്ട് എന്ന് പറയുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ ആ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് വിവിധ രാജ്യങ്ങൾ 3% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ എന്ന നിലപാട് ലോകത്താദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിച്ചു വന്നപ്പോൾ ആ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് പോലും അത് വലിയ തടസ്സവും ബുദ്ധിമുട്ടുമായി യഥാർത്ഥത്തിൽ മാറുകയായിരുന്നു. അതിന്റെ ഫലമായി യൂറോപ്പിലെ ഏതാണ്ട് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ആ കടപരിധിയെ മറികടക്കുന്ന രീതിയിൽ കിഫ്ബിക്ക് സമാനമായ സംവിധാനങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമുക്ക് യൂറോപ്പിൽ കാണാൻ കഴിയുന്നത്. നിരവധി ആധികാരികമായ പഠനങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ഒരു സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഒപ്പം നിന്നു കഴിഞ്ഞാൽ നമുക്ക് കിഫ്ബിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ ഈ ധന ഉത്തരവാദിത്വ നിയമം ഏകപക്ഷീയമായി കടത്തിന് പരിധി നിശ്ചയിക്കുമ്പോൾ 3% കടമെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ പരിധി നിശ്ചയിക്കുമ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3% കൂടാൻ പാടില്ല എന്ന നിബന്ധന വയ്ക്കുമ്പോൾ അത് നമുക്ക് സ്വീകാര്യമല്ല. അത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ എങ്ങനെയാണ് വികസന പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ആ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ് തീരുമാനിക്കുന്നത് എന്ന ഒരു ജനാധിപത്യത്തിലെ ഒരു പരമാധികാര നിലപാടുണ്ടല്ലോ. ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് നിലപാടെടുക്കുമ്പോൾ നമുക്ക് കിഫ്ബിയൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായ ഒരു സംഘർഷമൊക്കെ അവിടെ ഉണ്ടാകും. ആ സംഘർഷത്തെ ബുദ്ധിപരമായി മറികടക്കാനുള്ള നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ സർക്കാരുകൾ നടത്തേണ്ടത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ UDF കഴിഞ്ഞ കുറച്ച് നാളുകളായി എടുത്തിരിക്കുന്ന ഒരു സമീപനം അങ്ങനെയല്ല. അവർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടില്ല. അപ്പൊ അതിന്റെ പ്രതിഫലനം ഈ ധവളപത്രത്തിൽ കാണാമെന്നുള്ളത് മാത്രമേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.